ആയുസിന്റെ ബലം കൊണ്ട് രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഇതാണ്. ആർക്കും ഈ ദൃശ്യങ്ങൾ ശ്വാസം അടക്കിപ്പിടിച്ച് കാണാൻ സാധിക്കൂ. പണിക്കിടെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരല്പം വിശ്രമിക്കുവാൻ തണലത്ത് തോർത്തു വിരിച്ച് കിടന്നതാണ് കക്ഷി. ക്ഷീണം കൊണ്ട് ഒരല്പം മയങ്ങിപ്പോയി. ദേഹത്തോടെ എന്തോ ഇഴയുന്നത് പോലെ തോന്നിയപ്പോൾ മനസ്സിലായി അതൊരു പാമ്പാണെന്ന്. ആശാൻ കുറച്ചു നേരം ശ്വാസം അടക്കിപ്പിടിച്ച് കിടന്നു. പക്ഷേ കക്ഷ ഇറങ്ങിപ്പോകുന്നില്ല. ഉടനെ തന്നെ അടുത്ത് കിടന്ന കൂട്ടുകാരോട് പതുക്കെ കാര്യം പറഞ്ഞു. കയറിപ്പോയത് ചില്ലറ കക്ഷിയല്ല, മൂർഖനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ ഒരു കമ്പൊക്കെ എടുത്ത് പാമ്പിനെ പുറത്തു ചാടിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് കാണുക. എന്തായാലും ആയുസിന്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വേണം പറയുവാൻ. ആ ദൃശ്യം നമുക്കൊന്ന് ആദ്യം കാണാം. പ്രിയമുള്ളവരെ, വിഷപ്പാമ്പ് ശരീരത്തിൽ കയറുകയോ അല്ലെങ്കിൽ കടിക്കുകയോ ചെയ്താൽ അടിയന്തരമായി ചെയ്യേണ്ടതും എന്നാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ ഇനി പറയുന്നവയാണ്. പാമ്പ് ശരീരത്തിൽ കയറിയാൽ പാമ്പ് കയറിയ ഭാഗം ഒട്ടും ചലിപ്പിക്കരുത്, അനങ്ങാതെ കിടക്കുക. പാമ്പിന്
ചെവിയില്ല, അനക്കം കൊണ്ടാണ് അത് സാമീപ്യം തിരിച്ചറിയുന്നത് എന്ന് മനസ്സിലാക്കുക. ഇളകിയാൽ, അനങ്ങിയാൽ പാമ്പ് കൊത്താനോ കടിക്കാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അഥവാ കടിയേറ്റാൽ പരിഭ്രാന്തി ഒഴിവാക്കുക. പരിഭ്രാന്തി ഉണ്ടായാൽ ഹൃദയമിടിപ്പ് കൂടുകയും വിഷം രക്തത്തിലൂടെ വേഗത്തിൽ ശരീരത്തിൽ പടരുകയും ചെയ്യും. ശരീരം എത്രത്തോളം അനക്കാതിരിക്കുന്നുവോ അത്രത്തോളം വിഷം പടരുന്നത് സാവധാനമാവും. ആഭരണങ്ങളും ഇറുകിയ വസ്ത്രങ്ങളും മാറ്റുക. കടിയേറ്റ ഭാഗത്തോ അതിനു മുകളിലോ ഉള്ള മോതിരം, വള, വാച്ച്, ഇറുകിയ വസ്ത്രങ്ങൾ എന്നിവ ഉടൻ ഊരി മാറ്റുക. നീര് വന്ന് വീർക്കുമ്പോൾ ഇവ രക്തയോട്ടം തടസ്സപ്പെടുത്തും. കടിയേറ്റ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് സാവധാനം കഴുകുക. കടിയേറ്റ ഭാഗം എപ്പോഴും ഹൃദയത്തിന്റെ ലെവലിനേക്കാൾ താഴെയായി വെക്കുവാൻ ശ്രദ്ധിക്കുക. ആന്റിവനം ഉള്ള ആശുപത്രിയിൽ കടിയേറ്റ ആളെ എത്രയും വേഗം എത്തിക്കുക. ഇനി ഒരിക്കലും ചെയ്യുവാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് മുറിവ് കീറരുത്. വിഷം പുറത്തു കളയുവാൻ എന്ന വ്യാജേന കടിയേറ്റ ഭാഗം കത്തി കൊണ്ടോ ബ്ലേഡ് കൊണ്ടോ കീറുവാൻ ശ്രമിക്കരുത്. വിഷം വലിച്ചു കുടിക്കരുത്. മുറിവിൽ വായ വെച്ച് വിഷം ഉറിഞ്ചിയെടുക്കുവാൻ ശ്രമിക്കരുത്. ഇത് ചെയ്യുന്ന ആളുടെ വായിൽ മുറിവുണ്ടെങ്കിൽ അയാളുടെ ജീവനും അപകടത്തിലാകാം. ഇറുക്കിക്കെട്ടരുത്. കടിയേറ്റ ഭാഗത്തിന് മുകളിലായി കയറോ തുണിയോ ഉപയോഗിച്ച് രക്തയോട്ടം പൂർണ്ണമായി നിൽക്കുന്ന രീതിയിൽ ശക്തിയായി ഇറുക്കിക്കെട്ടരുത്. വ്യാജ ചികിത്സ തേടരുത്. മന്ത്രവാദം, പച്ചില മരുന്നുകൾ തുടങ്ങിയ വ്യാജ ചികിത്സകൾക്കായി വിലപ്പെട്ട സമയം കളയരുത്. പാമ്പിൻ വിഷത്തിന് ശാസ്ത്രീയമായ ഏക ചികിത്സ എന്ന് പറയുന്നത് ആന്റിവനം മാത്രമാണ്. പാമ്പിനെ പിടിക്കുവാൻ പോകരുത്. രോഗിയെ കടിച്ചത് ഏത് പാമ്പാണെന്ന് തിരിച്ചറിയുവാൻ സാധിച്ചാൽ നല്ലതാണ്. എന്നാൽ അതിനായി പാമ്പിനെ തല്ലിക്കൊല്ലാനോ ഓടിച്ചിട്ട് പിടിക്കുവാനോ ശ്രമിച്ച് ജീവന്റെ വിലയുള്ള സമയം കളയരുത്. ഡിജിറ്റൽ ക്യാമറയിലോ ഫോണിലോ ഫോട്ടോ എടുക്കാൻ സാധിച്ചാൽ മാത്രം അത് ഡോക്ടറെ കാണിക്കുക. ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രോഗിയെ നടക്കുവാൻ അനുവദിക്കരുത്. സ്ട്രെച്ചറിലോ മറ്റോ കിടത്തി മാത്രം കൊണ്ടുപോവുക. രോഗിക്ക് കുടിക്കുവാൻ വെള്ളമോ ഭക്ഷണമോ നൽകരുത്. രോഗിക്ക് ഒരു സമാധാനം നൽകിക്കൊണ്ട് എത്രയും വേഗം കൃത്യമായ ചികിത്സ ലഭ്യമാക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.